നമ്മൾ ട്രഡീഷണലി ബിസിനസ് ചെയ്യുന്ന 90% ബിസിനസ് ഓണേഴ്സിനെ എടുത്താലും ഈ ഒരു 5 പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിൽ കാണാം. അതിൽ ഒന്നാമത്തത്, അവർ ആ ബിസിനസ്സിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണ്. ഫുൾ ടൈം 24/7 ഇൻവോൾവ് ആയിട്ട് തന്നെ ജീവിതം ആസ്വദിക്കാൻ ഒരു സമയം കിട്ടാറില്ല. അതായത് കുടുംബമായാലും ആരോഗ്യമായാലും സമൂഹമായാലും മറ്റൊരു വിഷയത്തിന് ഒരു യാത്രയ്ക്കൊന്നും സമയം കിട്ടില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്തെന്ന് ചോദിച്ചാൽ ഒരു 10 ദിവസത്തെ ക്യാമ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും, അല്ല 10 ദിവസം അവിടെ നിന്ന് മാറി നിൽക്കാൻ കാര്യം ഞാൻ അവിടെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ആ ബിസിനസ് വലിയ പ്രശ്നത്തില്ല. കാരണം ഇയാൾ അവിടെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല മീൻസ് ബിസിനസ് അപകടത്തിലാണ്. മൂന്നാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ശേഷം ഈ ബിസിനസ്സിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇത് മൊത്തം വൺ മാൻ ഷോ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ബിസിനസ് ഓണറുടെ കാലത്തിന് ശേഷം ഈ ബിസിനസ് നിലനിൽക്കാതെ അയാളുടെ 10-30 വർഷത്തെ അധ്വാനം ഒറ്റയടിക്ക് അയാളുടെ മരണത്തോടു കൂടി അല്ലെങ്കിൽ കാലശേഷം ഇല്ലാതാവുന്നതാണ്. മറ്റൊരു പ്രധാന പ്രശ്നം, നമ്മൾ ടീം നോക്കുകയാണെങ്കിൽ മിക്കവാറും ടീം മെമ്പേഴ്സ് ബന്ധുക്കളായിരിക്കും. ഈ ബന്ധുക്കളായ ടീം മെമ്പേഴ്സ് പൊതുവേ സിസ്റ്റവും പ്രോസസ്സും നിയമങ്ങളൊന്നും പാലിക്കില്ല. നമുക്ക് നോ പറയാനും പറ്റില്ല. നോ പറഞ്ഞാൽ നമ്മൾ കുടുംബം തെറ്റും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ഓർഗനൈസേഷനാക്കി ഇതിനെ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു ബന്ധു എന്താണ് പറയുക എംപ്ലോയീസ് ആയിരിക്കും. മറ്റൊന്ന്, നമ്മൾ ബിസിനസ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ലാഭമൊക്കെ ഉണ്ട്, പക്ഷേ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ബ്രാൻഡില്ല. നമ്മൾ ഈ ഒരു കമ്പനിയെ വിൽക്കാൻ നോക്കുമ്പോൾ നമുക്ക് വെറും അസറ്റ് വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. ബ്രാൻഡ് വാല്യൂ നമുക്ക് വിറ്റ് ക്യാഷ് ആക്കുക എന്നാണ് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സായ വിഷൻ വിറ്റ് ബ്രാൻഡ് വിറ്റ് ക്യാഷ് ആക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ഓണേഴ്സിന് അറിയുക പോലുമില്ല.